ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് രണ്ട് ടെർമിനലാണുള്ളത്. ടെർമിനൽ 1 and 2. 400 മീറ്റർ രണ്ട് ടെർമിനലാണുള്ളത്. ടോട്ടൽ ബെർത്തിന്റെ നീളം 800 മീറ്ററാണ്. അതിൽ ഒരു ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനൽ MSC Wind 2 എന്ന് പറയുന്ന ഫീഡർ വെസലിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഫീഡർ വെസലിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്ന STS ക്രെയിനെയും നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് ടഗ് ബോട്ടുകളാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോർട്ടിന്റെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിലൊരു ടഗ് ബോട്ട് നമുക്ക് നോക്കാം. ഏതാണ് ആ ടഗ് ബോട്ട് എന്നാണ് നമ്മൾ അടുത്തുകൂടി കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോൾഫിൻ 28 ആണ്. നമ്മളതിൽ നമ്പർ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. തൂവെള്ളം നിറം തന്നെയാണ്. അങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ വിഴിഞ്ഞം പോർട്ടിൽ 4 ടഗാണുള്ളത്. ഡോൾഫിൻ 26, 27, 28, 29. അതിൽ 28 എന്ന് പറയുന്ന നമ്പറുള്ള ടഗാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. മുന്നിലായിട്ട് വേറൊരു ടഗ് ബോട്ടും പോകുന്നുണ്ട്. നമുക്ക് ആ ടഗ് ബോട്ടും ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സീരിയൽ നമ്പർ എത്രാമത്തെ നമ്പറാണ് നമുക്ക് അറിയാൻ സാധിക്കും. കുറച്ചടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡോൾഫിൻ 27. അങ്ങനെ ഡോൾഫിൻ 28ഉം ഡോൾഫിൻ 27ഉം മത്സരം വെച്ചാണ് പോർട്ടിന്റെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ 2960 മീറ്റർ പിന്നിട്ട് പോർട്ടിന്റെ പുറത്തേക്ക് പോകുന്ന രണ്ട് ടഗ്മിനെ കാണാൻ സാധിക്കും. കാരണം പോർട്ടിന്റെ പുറത്ത് വലിയൊരു മദർഷിപ്പാണ് കാത്തു നിൽക്കുന്നത്. കാരണം വലിയൊരു ഡ്രാഫ്റ്റുള്ള വലിയൊരു മദർഷിപ്പ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. നമുക്ക് നോക്കാം. ഇതാണ് മദർഷിപ്പ്. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തൊട്ടു മുന്നിൽ കണ്ട രണ്ട് ടഗ് ബോട്ടും ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് കപ്പൽ പ്രവേശിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ ഈ രണ്ട് ടഗ് ബോട്ടും എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു ടഗ് ബോട്ട് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. കാരണം പോർട്ടിലെ പൈലറ്റ് പോകുന്ന ടഗാണത്. നമ്മുടെ പോർട്ടിലെ പൈലറ്റ് പോയതിനു ശേഷം നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് ഈ കപ്പൽ വളരെ സാവധാനം കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ച. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണത്. അത് നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാനായി സാധിക്കും. ധാരാളം മദർ വെസലുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ലോകത്തിലെ തന്നെ റയറസ്റ്റ് റയറായ LNG ടാങ്ക് ഘടിപ്പിച്ച ഏറ്റവും പുതിയ കപ്പലുകൾ വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത് വളരെ ചുരുക്കം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കപ്പലാണ് LNG ഘടിപ്പിച്ച കപ്പൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ആ കപ്പലെന്ന്. ഫ്രണ്ട്സ്, വളരെ ദൂരെയായിട്ട് നമുക്ക് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കപ്പലിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് MSC എന്ന് പറയുന്ന ബാഡ്ജിംഗ് ആണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കപ്പലിനോട് ചേർന്നിട്ട് ഒരു ടഗ് ബോട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിലെ പൈലറ്റിനെ കപ്പലിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ടഗാണത്. നമുക്ക് ഏത് ടഗ് എന്നറിയില്ല, സീരിയൽ നമ്പർ അറിയില്ല. കുറച്ചുകൂടി അടുത്ത് പോയാലേ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ MSC വെറോണ എന്ന് പറയുന്ന പേര് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിലെ റയറസ്റ്റ് റയൽ കപ്പലുകളൊന്നാണ് MSC വെറോണ. കാരണം വലിയൊരു LNG ടാങ്ക് ആണ് ഈ കപ്പലിന്റെ ഉള്ളിലുള്ളത്. ഫ്യൂവൽ കൺസപ്ഷന് വേണ്ടി LNG ടാങ്കും ഉൾപ്പെടുത്തിയുള്ള രണ്ടാമത്തെ കപ്പലാണ് വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ആദ്യമായി വന്ന ഷിപ്പ്, അതായത് LNG ടാങ്ക് ഘടിപ്പിച്ച് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന കപ്പൽ MSC മരിയ ക്രിസ്റ്റീന എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കപ്പലിന്റെ വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. LNG ടാങ്ക് ഉൾപ്പെടെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും LNG ടാങ്ക് അടുപ്പിച്ച കപ്പൽ എന്ന് തന്നെയാണ് നമ്മൾ വിശേഷണത്തോട് കൂടി തന്നെ ആ കപ്പലിനെ വിഴിഞ്ഞം പോർട്ടിലേക്ക് നമ്മൾ വരവേറ്റതും. അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പലാണ് MSC വെറോണ. ഏറ്റവും പുതിയ കപ്പൽ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ കപ്പൽ തിരിഞ്ഞ് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ദൂരെയാണ് ഷിപ്പ് ഉള്ളത്. മാക്സിമം സൂമിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ ഷിപ്പിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കപ്പൽ ബിൽഡ് ചെയ്താവട്ടെ 2/12/2024 ബിൽഡ് ചെയ്ത ഷിപ്പ്. അതായത് ഏകദേശം 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ ചൈനയിലെ യാങ്ഷൻ പോർട്ടിൽ നിന്നും സിംഗപ്പൂർ പോർട്ടിലെത്തിയതിനു ശേഷം അവിടെ നിന്നും വിഴിഞ്ഞം
ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഷിപ്പ് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷിപ്പിന്റെ രജിസ്ട്രേഡ് ഓണർ അപ്പോളോ ഷിപ്പിംഗ് ആൻഡ് ട്രേഡിംഗ് ലിമിറ്റഡ് ആണ് ഷിപ്പിന്റെ രജിസ്ട്രേഡ് ഓണർ. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് 366 മീറ്റർ ലെന്താണ്. ഏകദേശം 51 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. 22.6 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 17 മീറ്ററാണ് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് 16.6 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. 22 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 16,000 TEU കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 1,400 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. എല്ലാ മദർ ഷിപ്പുകൾക്കും റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ചിലപ്പോൾ 1,500 ആയിരിക്കും, ചിലപ്പോൾ 1000 ആയിരിക്കും. ഇപ്പോൾ ഈ ഷിപ്പിന് 1,400 റീഫർ കണ്ടെയ്നറാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അതുപോലുള്ള വളരെ മനോഹരമായ ഷിപ്പാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും തിരിഞ്ഞു കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പോർട്ടിലെ പടക്കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ടെക് ബോട്ടുകൾ കപ്പലിന്റെ ചുറ്റും പോകുന്ന കാണാൻ സാധിക്കും. ഇനി ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷമാണ് ഈ കപ്പലിനെ കപ്പൽ ചാലിലൂടെ ഫുൾ കൺട്രോളിൽ, അതായത് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹവും ടെക് ബോട്ടുകളുടെ ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷമാണ് കപ്പൽ ചാലിലൂടെ നമ്മുടെ മുന്നിലൂടെ വളരെ ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വളരെ സ്ലോയിൽ തന്നെ എന്ന് പറയാൻ പറ്റും, കപ്പൽ ചാലിലൂടെ കപ്പൽ പ്രവേശിച്ച് പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ മുന്നിലും ബാക്കിലുമായി ടെക് ബോട്ടുകൾ പൂർണ്ണമായിട്ടും ഹെവി കൺട്രോളിൽ കപ്പലിനെ കപ്പൽ ചാലിലൂടെ കൊണ്ടുവരുന്ന വളരെ മനോഹരമായ ദൃശ്യം. MSC വെറോണ എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ MSCയുടെ ബാഡ്ജിങ്ങും ബ്രിഡ്ജും ഫ്രണ്ടിലെ ഫോർമാസ്റ്റും കണ്ടെയ്നറുകളും അതുമാത്രമല്ല എക്സോസ് വോൾവും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി ഓരോ പോർഷനാണ് നമ്മൾ സൂം ചെയ്ത് നോക്കുന്നത്. നമുക്ക് ബൾബസ് ബോ കാണാൻ പറ്റുമോ നോക്കും. ഈ പറയുന്ന ഫ്രണ്ടിൽ കാണുന്ന ഫോർമാസ്റ്റ്, ബ്രിഡ്ജ്, ഇതെല്ലാം വ്യക്തമായിട്ടാണ് നമ്മൾ ഷിപ്പ് നോക്കുന്നത്. അത് മാത്രമല്ല എന്തെങ്കിലും വ്യത്യസ്തമായ കണ്ടെയ്നർ ഇതിനകത്തുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ കപ്പൽ പൂർണ്ണമായിട്ടും ഒന്ന് സൂം ചെയ്ത് നോക്കുന്നത്. നമ്മുടെ അടുത്തുകൂടി പോകുന്നതിനാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏറ്റവും പുതിയ ഷിപ്പായതിനാൽ ഇപ്പോൾ ഇതിലുള്ള മാർക്കിംഗ് എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡ്രാഫ്റ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിന്റെ ഏറ്റവും മുന്നിലെ പോർഷനായ ബൾബസ് ബോ പൂർണ്ണമായിട്ടും കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം കപ്പലിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.9 മീറ്റർ ആയതിനാൽ ഇപ്പോൾ നമുക്ക് 1 മീറ്റർ മാത്രമാണ് മുകളിലുള്ളത്. കാരണം 17 മീറ്റർ എന്നുള്ള ലാബിലിംഗ് നമുക്ക് ഇവിടെ വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കാം. അതിനാൽ 17 മീറ്ററും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. നല്ലൊരു ഡ്രാഫ്റ്റോടെയാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് LNG ടാങ്ക് ഘടിപ്പിച്ച ലോകത്തിലെ അപൂർവമായ കപ്പൽ MSCയുടെ ബാഡ്ജിംഗ് പതിപ്പിച്ച കപ്പൽ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് 3 ലൈനോട് കൂടിയ MSC എന്ന് പറയുന്ന ബാഡ്ജിംഗ് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ കപ്പലിന്റെ മുൻവശത്തുള്ള ഫോർമാസ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫോർമാസ്റ്റിൽ നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, കപ്പലിന്റെ ഹോൺ ഉൾപ്പെടെ ഘടിപ്പിച്ചതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല തൊട്ടു ബാക്കിലായിട്ട് ധാരാളം കണ്ടെയ്നറാണ് നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ ഷിപ്പ് എന്ന് ഞാൻ പറയുന്നു. ആദ്യത്തെ ട്രിപ്പും അല്ലെങ്കിൽ ആദ്യത്തെ ഓട്ടവും വിഴിഞ്ഞം പോർട്ടിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷനാണ്, അതായത് ഫോർമാസ്റ്റ്, ബ്രിഡ്ജ്, ഫണൽ എന്നീ ഘടകങ്ങളാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതും കപ്പലിന്റെ പ്രധാനമായ ഘടകങ്ങളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാന പോർഷനാണ് ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. അതിൽ ബ്രിഡ്ജ് വിങ്സ് 2 സൈഡിലായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം എക്യുപ്മെന്റ്സ് ആണ് ഈ ബ്രിഡ്ജ് പോർഷനിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ക്രൂ മെമ്പേഴ്സ്, പോർട്ടിലെ പൈലറ്റ്, നിലവിലെ കപ്പലിലെ ക്യാപ്റ്റൻ എന്നിവർ, ഇപ്പോൾ നിലവിൽ പോർട്ടിലെ പൈലറ്റും കപ്പലിലെ ക്യാപ്റ്റനും നിലവിൽ ഈ ബ്രിഡ്ജ് പോർഷനകത്തുണ്ട്. അതിൽ ഏത് പോർഷനാണെന്ന് ചോദിച്ചാൽ ഈ ഗ്ലാസ് ഇട്ട ഈ പോർഷനെയാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. വീൽ ഹൗസ് ഇരുന്ന് കഴിഞ്ഞാലാണ് കൺട്രോൾ ഉള്ളത്. ഏറ്റവും ടോപ്പിലെ പോർഷനാണ്, അതായത് സ്ക്രീനിൽ കാണുന്ന എക്യുപ്മെന്റ്സിന്റെ എല്ലാം ഈ പറയുന്ന ഡയറക്ഷനെല്ലാം മനസ്സിലാക്കുന്ന ഈ വീൽ ഹൗസ് ഇരുന്നിട്ട് അതിന്റെ മുകളിൽ ഈ റെഡ് മാർക്കിൽ കാണുന്നതാണ് മങ്കി ഐലൻഡ് എന്ന് പറയുന്നത്. ഈ മങ്കി ഐലൻഡോട് ചേർന്നിട്ടാണ് നിലവിൽ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയൽ എന്നിവ വളരെ വ്യക്തമായിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നതും നമുക്ക് ഈ പോർഷനിൽ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കണ്ടെയ്നറെല്ലാം
വളരെ നിരനിരയെ അടുക്കിയിട്ടുണ്ട്. അടുത്തതായി എല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് എത്രയാണെന്ന്. ഇപ്പോൾ നമുക്ക് 17 മീറ്റർ വരെ കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്ക് സൈറ്റുകളിലൊക്കെ കപ്പലിന്റെ ഡീറ്റെയിൽ കിട്ടുന്ന ഡ്രാഫ്റ്റ് 16.6 മീറ്റർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ കപ്പൽ പോർട്ടിന്റെ പുറത്തേക്ക് വന്നു നിന്ന സമയത്ത് 16.8 മീറ്റർ ആയിരുന്നു. അതായത് സിംഗപ്പൂർ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത് വരെ 16.8 മീറ്റർ ആയിരുന്നു കപ്പലിന്റെ ഡ്രാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള കപ്പലായി മാറും ആ 16.8 മീറ്റർ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നിരുന്നെങ്കിൽ ആ ഡീറ്റെയിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ ലൈഫ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പുതിയ കപ്പലിൽ ഏറ്റവും പുതിയ ലൈഫ് ബോട്ട്, ഏറ്റവും പുതിയ മോഡേൺ ലൈഫ് ബോട്ട് എന്ന് പറയാം. എല്ലാ കപ്പലിലും ഉള്ളതുപോലെ തന്നെ കളറെല്ലാം വ്യത്യാസം തന്നെയാണ്. ആ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ബ്രിഡ്ജ് പോർഷന്റെ സൈഡ് പോർഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഒരു ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ നിലകളായിട്ട് നമുക്ക് ബ്രിഡ്ജ് പോർഷന്റെ വശങ്ങളെല്ലാം കാണാൻ സാധിക്കും. കാരണം ഇന്ന് വളരെയധികം ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഫോഗൊന്നുമില്ലാത്ത ഒരു സമയമായതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. MSC വെറോണ എന്ന് പറയുന്ന പേരുൾപ്പെടെ IMO നമ്പർ ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ കപ്പലിനൊരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ LNG ടാങ്ക് ഘടിപ്പിച്ച ലോകത്തിലെ തന്നെ റെയറസ്റ്റ് റെയർ കപ്പലിൽ ഒന്നാണ് MSC വെറോണയും. ആ റെയർ ലിസ്റ്റിൽപ്പെട്ട കപ്പൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടുകളിലൊന്നായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ച. ഇപ്പോൾ പോർട്ടിനകത്ത് ഷിപ്പ് കയറിയിട്ടില്ല, കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. LNG ടാങ്ക് ഘടിപ്പിച്ചതിനാൽ അഡീഷണൽ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തുതരം കണക്ഷൻ ആണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് വീഡിയോയിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. പല ഷിപ്പുകളും നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒന്നും അധികമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ കണക്ഷൻസ് ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഈ ഷിപ്പ് അതായത് 1 മാസമേ ആയിട്ടുള്ള ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആദ്യ ഓട്ടം വിഴിഞ്ഞത്തേക്ക് തന്നെയാണ്. അതിനാൽ പല മാർക്കിങ്ങും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ ചെറിയ മാർക്കിംഗ് ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ ഇപ്പോൾ 43, 44, 45 എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഈ കണ്ടെയ്നർ ഈ പറയുന്ന ഈ ഡെക്ക് പോർഷനിലുള്ള മാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം പല എക്യുപ്മെന്റ്സും വളരെ പുതിയതായതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ LNG ടാങ്ക്. നമ്മൾ ഈ പറയുന്ന ഇഞ്ചിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് പോർഷൻ, നമ്മൾ ഈ കാണുന്ന ഷിപ്പിലെ ഏറ്റവും വലിയ പോർഷൻ എന്ന് പറയാവുന്ന ഫണൽ പോർഷനാണ് നമ്മൾ കാണുന്നത്. ഫണൽ ഡെക്കാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ഈ ഫണൽ ഡെക്കിലും ധാരാളം കണക്ഷൻസ് താഴെയായിട്ടുള്ളത് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ കണക്ഷൻസ്, കാരണം ഇത് LNG ടാങ്ക് ഘടിപ്പിച്ചതിനാലാണ് വ്യത്യസ്തമായ കണക്ഷൻ വരുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫണൽ ഡെക്കിലൂടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വേറെ ഒരു ഷിപ്പിലും ഈ LNG ടാങ്ക് ഇല്ലാത്ത ഷിപ്പിലൊന്നും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പോർഷനുള്ള ഏറ്റവും മുകളിലായിട്ട് ഫണൽ എക്സോസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം മദർ വെസലുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ ദിനം പ്രതി വന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള കണക്ഷൻസ് നമ്മൾ ഒരിക്കൽ കൂടി മുന്നേ കണ്ടിട്ടുണ്ട്. അത് MSC മരിയ ക്രിസ്റ്റീനയിലാണ് നമ്മൾ ആ ഒരു കണക്ഷൻ കണ്ടത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ LNG ടാങ്ക് ഉള്ള റെയർ കപ്പലിൽപ്പെട്ട ശ്രേണിയിൽപ്പെട്ട കപ്പലായിരുന്നു MSC മരിയ ക്രിസ്റ്റീന. അതും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിട്ടുള്ളതിനാൽ നമുക്കിത് പരിചിതമാണ്. രണ്ടാമതായി വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന ഷിപ്പ് തന്നെയാണ് MSC വെറോണ. MSC വെറോണ ബിൽഡ് ചെയ്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ആദ്യ ഓട്ടം ചൈനയിലെ യാൻഷ്യൻ പോർട്ടിൽ നിന്നും സിംഗപ്പൂർ പോർട്ടിലെത്തിയതിനു ശേഷം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് ഇപ്പോൾ MSC വെറോണ കപ്പൽ ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ടെക് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ 2 ടെക് ബോട്ടുകളും ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ഷിപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ കൺട്രോളിൽ കപ്പൽ ചാലിലൂടെ പ്രവേശിച്ച് വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ കപ്പലിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണ്ട് 17 മീറ്ററോളം കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 16.6 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് വിഴിഞ്ഞം പോർട്ടിൽ, അതായത് വലിയ ഡ്രാഫ്റ്റോടെ വരുന്ന കപ്പലുടെ ശ്രേണിയിൽപ്പെട്ട കപ്പൽ തന്നെയാണ് MSC വെറോണ. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ബ്രിഡ്ജ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വ്യത്യസ്തമായ ഓരോ പുതിയ കപ്പൽ വരുമ്പോഴും പുതിയ ടെക്നോളജി ആയിട്ടുള്ള കണക്ഷൻ എക്യുപ്മെന്റ്സ് ആണ് ബ്രിഡ്ജ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാനൊരു പഴയ പോർഷന്റെ ഷിപ്പിന്റെ ബ്രിഡ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷിപ്പിന്റെ ബ്രിഡ്ജും പഴയ ഷിപ്പിന്റെ, അതായത് 2010 ബിൽഡ് ചെയ്ത ഷിപ്പ് തമ്മിൽ എൻ്റെ ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലും ഡിഫറൻറ്റ് തന്നെയാണ്. ഇതിന് 366 മീറ്റർ നീളമാണ് നമ്മുടെ MSC വെറോണയ്ക്കുള്ളതെങ്കിൽ 2010 നിർമ്മിച്ച 366 മീറ്റർ നീളമുള്ള ഷിപ്പിന് ചിലപ്പോൾ 10,000 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ.
ഡ്രാഫ്റ്റും വളരെ കുറവ് തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും പുതിയ ഷിപ്പ് 2025 നിർമ്മിക്കുന്ന ഷിപ്പുകൾക്കെല്ലാം സെയിം നീളം തന്നെയാണെങ്കിലും ഷിപ്പിന്റെ ഡ്രാഫ്റ്റും കൂടുതലാണ്, കണ്ടെയ്നർ കപ്പാസിറ്റിയും വളരെ കൂടുതൽ തന്നെയാണെന്ന് നമുക്ക് ഇതുപോലുള്ള ഷിപ്പിൽ നിന്നും നമുക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തും പോണ്ട, നമുക്ക് കേരളത്തിന്റെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരുന്നാൽ മാത്രം മതി. നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്ന കപ്പൽ തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗത്തേക്കും, നമുക്ക് യൂറോപ്പിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ നേരിട്ടാണ് ഷിപ്പ് നമ്മുടെ പോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ കപ്പൽ ചാലിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, ഭാവിയിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നറിയപ്പെടാൻ പോകുന്ന നമ്മുടെ പോർട്ടിൽ ധാരാളം കപ്പൽ വന്നു പോകുന്നതിനാൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് കപ്പലിനെ കാണാൻ വളരെ വ്യക്തമായിട്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ ഷിപ്പുകളെ കാണാൻ സാധിക്കുന്നതോടൊപ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കപ്പലിന്റെ ഈ പോർഷനാണ് പോർട്ടിലെ പൈലറ്റ് കയറുന്ന സ്ഥലം. അതായത് നമ്മളിപ്പോഴും പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ നമ്മുടെ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നു. അതിപ്പോൾ അദ്ദേഹം ഇതിലൂടെയാണ് ഈ കാണുന്ന ഈ പറയുന്ന എൻട്രൻസിലൂടെയാണ് കപ്പലിനകത്തോട്ട് പ്രവേശിക്കുന്നത്. പൈലറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ടെക് ബോട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു അയൺ റോഡ്സ്, അതായത് നമുക്ക് ഈ പറഞ്ഞ ഒരു റോപ്സ് പോലെ ഒരു ലാഡർ പോലെ താഴേക്ക് വരും. ആ ലാഡർ പിടിച്ചിട്ടാണ് പിന്നെ പൈലറ്റ് ഈ പറഞ്ഞ കപ്പലിനകത്തേക്ക് കയറുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കപ്പലിന്റെ എല്ലാ വശത്തേക്കും നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. മാക്സിമം ഡ്രാഫ്റ്റ് നിലവിൽ ആ റെഡ് പോയിന്റ് കാണുന്നത് 17 മീറ്ററിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കും. കാരണം പുതിയ ഷിപ്പ് ആയതിനാൽ മാർക്കിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. എല്ലാ ഷിപ്പിലും പെർഫെക്റ്റ് ആണെങ്കിലും കാരണം ഇതിൽ പൊടിയോ ചെളിയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കാരണം എല്ലാ മാർക്കിങ്ങും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ഷിപ്പ് ആയതിനാൽ കാരണം കാണാനും നല്ല ഭംഗിയാണ്. എല്ലാ ഷിപ്പുകളും കാണാൻ ഭംഗിയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഷിപ്പുകൾ, അതായത് വലിപ്പത്തിന്റെ കാര്യത്തിലും കണ്ടെയ്നറിന്റെ കാര്യത്തിലും വ്യത്യസ്തമായ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറിന്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. ഡെക്കിന്റെ എൻഡ് പോർഷൻ വളരെ മനോഹരമായി ആണ് ഇവിടെ പിന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ഷിപ്പുകൾക്കും ഓരോ വ്യത്യസ്ത തന്നെയായിരിക്കും. ഓരോ ഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ ഓരോ വെറൈറ്റിയാണ്. MSC വെറോണ എന്ന് പറയുന്ന ബാഡ്ജിക്കും IMO നമ്പർ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 9987 എന്ന് പറയുന്ന ബാഡ്ജ് IMO നമ്പറും കാണാൻ സാധിക്കും. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് ഷിപ്പ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മൾ കൊടുത്ത ഇൻഫർമേഷന്റെ ബലത്തിലും ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ ഷിപ്പിന്റെ പേരല്ലാതെ IMO നമ്പർ, നമ്മൾ ഈ കാണുന്ന IMO നമ്പറും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ, അതായത് 2960 മീറ്ററിന്റെ എൻഡ് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് 1040 മീറ്ററുടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2028 ആകുമ്പോൾ 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ. അതിനർത്ഥം ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് MSC വെറോണ പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചില സമയത്ത് ഫോഗ് ആയിരിക്കും, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ടെക് ബോട്ടുകൾ മാക്സിമം പ്രഷർ കൊടുത്ത് നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിന്റെ പൊസിഷനിലേക്ക് സ്ഥലത്തേക്ക് നീക്കുകയാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ നമ്മുടെ ബെർത്തും ബ്രേക്ക് വാട്ടറും നമ്മൾ ഏകദേശം 900 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉള്ളതിനാൽ നമുക്ക് ഏതൊരു വലിയ ഷിപ്പിനും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തിരിഞ്ഞ് ബെർത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് പൊസിഷനിലും വേണോ നമുക്ക് ബെർത്ത് ചെയ്യാൻ സാധിക്കും. രാത്രിയോ പകലോ ബെർത്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പല ഷിപ്പുകളുടെ നമുക്ക് വീഡിയോ മിസ്സിംഗ് ആവുന്നതിന് കാരണം. ചിലപ്പോൾ ഷിപ്പുകൾ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും രാവിലെ 4 മണിക്കും വരെ ബെർത്ത് ചെയ്ത ധാരാളം ഷിപ്പുകളുണ്ട്. പക്ഷേ ഷിപ്പ് ഇറങ്ങി പോകുന്ന സമയത്ത്, പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ MSC വെറോണ കയറുന്ന സമയത്ത് തന്നെ 5 കപ്പലുകൾ പോർട്ടിന് പുറത്തുണ്ട്. പോർട്ടിന്റെ പുറത്ത് വന്നാൽ, അതായത് നമ്മുടെ ഈ വിഴിഞ്ഞം ഭാഗത്ത് വന്നാൽ തന്നെ നമുക്ക് എത്ര കപ്പലുകളാണ് കടലിൽ നിരനിരയായിട്ട് നമ്മുടെ പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡോൾഫിൻ ടഗുകൾ ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ടൈ ചെയ്ത റോപ്പ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കപ്പലിലിരുന്നിട്ടല്ല, നമ്മൾ ഈ ടഗ് ബോട്ടാണ് ആ റോപ്പ് റിലീസ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും എല്ലാം. ഇപ്പോൾ നമ്മൾ 3 ടഗ് ബോട്ടിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ പോർഷനിലേക്ക് കപ്പലിനെ പുഷ് ചെയ്ത് നിൽക്കുന്ന ടഗ് ബോട്ടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടഗ് ബോട്ടാണ്. ഇനി 2 ടഗ് ബോട്ടുകൾ സൈഡിലും ബാക്കിലുമായിട്ടുണ്ട്. ഈ 3 ടഗ് ബോട്ടിന്റെയും ഹെവി പ്രഷർ കൊണ്ടാണ്, അതായത് ഡോൾഫിൻ 26, 27, 28 ഈ 3 ടഗ് ബോട്ടിന്റെയും ഹെവി പ്രഷറും പുള്ളി ചെയ്തും പുഷ് ചെയ്തുമാണ് ഈ പോർഷനിൽ തിരിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ബെർത്തിന്റെ സൈഡിലേക്ക് മൂറിങ്ങിലേക്ക് ഷിപ്പ് പോകുന്നത്.
പല ഷിപ്പുകളും ചില ഫീഡർ വെസലെല്ലാം ഇവിടെ വന്നിട്ട് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിൽ തിരിഞ്ഞു പോകും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. പക്ഷേ ഈ കപ്പൽ നിൽക്കുന്ന രീതിക്ക് കാണുന്ന രീതിയിൽ ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു പോകും എന്ന് തന്നെയാണ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് 800 മീറ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബെർത്തിൻ്റെ പോർഷനാണ് നമുക്ക് കാണാൻ പോകുന്നത്. ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSC വിൻഡ് 2 എന്ന് പറയുന്ന ഒരു ഫീഡർ വെസലുണ്ട്. അതിൻ്റെ ക്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ധാരാളം കണ്ടെയ്നർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന STS ക്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം ട്രെയിലർ ലോറികളിൽ കണ്ടെയ്നറുമായിട്ടാണ് യാർഡിൽ നിന്നും ധാരാളം ലോറികൾ വന്നു പോകുന്നതും നമുക്ക് ഇവിടെ വന്നാൽ വളരെ വ്യക്തമായിട്ട്, വളരെ ദൂരെ നിന്നാണ് നിൽക്കുന്നത്, പക്ഷെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നറുമായിട്ട് വരുന്ന നമുക്ക് ഒരു ട്രെയിലർ ലോറികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ പോകുന്ന ഇപ്പോൾ പുതുതായിട്ട് പണിത പോർട്ട്, അതായത് യാർഡ് പൊസിഷനിലേക്കാണ് പോകുന്നത്. പുതുതായിട്ട് പണിതെന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തീർന്ന യാർഡ് പൊസിഷൻ. നേരത്തെ തന്നെ യാർഡ് പൊസിഷൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഈ പറയുന്ന യാർഡിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കടലിനോട് ചേർന്നിട്ടുള്ള ഓരോ പോർഷനും ഹൈറ്റ് കൂട്ടുന്ന ആ വീഡിയോ മുതൽ, ഹൈറ്റ് കൂട്ടാൻ പോകുന്ന വീഡിയോ മുതൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗവും പിന്നെയും നമ്മളടുത്ത് ഓരോ പോർഷൻ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് അപ്ഡേഷനിലൂടെ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ധാരാളം നാച്ചുറൽ സാൻഡ് അല്ലെങ്കിൽ ട്രെഡ്ജ് ചെയ്ത മണൽ അവിടെ കാണാൻ സാധിക്കും. എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. ഈ മണൽ കൊണ്ടുപോകുന്നത് എവിടെയെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലിങ്ക് റോഡിന്റെ വർക്ക് 1700 മീറ്റർ, അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും NH66 തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡിന്റെ വർക്ക് അല്ലെങ്കിൽ കണക്ഷൻ റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സൈറ്റിലേക്കാണ് ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് നികത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ധാരാളം വർക്കുകളാണ് ചെറുതും വലുതുമായിട്ട് പോർട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ധാരാളം മണ്ണ് കൂട്ടിയിട്ട് കാണാൻ സാധിക്കും. വർക്കുകളൊക്കെ നടക്കുന്നത്. കാരണം ധാരാളം ഓഫീസുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഉടൻ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഡേറ്റ് കറക്റ്റായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്നാണ് ഡേറ്റ് അറിഞ്ഞിട്ടില്ല. വന്ന സമയത്ത് കപ്പൽ പൂർണ്ണമായിട്ടും തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. കാരണം ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റായ കാരണം വലിയ മദർ ഷിപ്പുകൾ MSC ക്ലൗഡ് ജെറാട്ട്, MSC കൈലി ഉൾപ്പെടെ ധാരാളം ഷിപ്പുകൾ ഈ ഭാഗത്തും തിരിഞ്ഞു പോകുന്ന വിഷയം നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അതിനാൽ കുറച്ച് ഫാസ്റ്റായിട്ടാക്കി വിടുന്നത്. എന്നാൽ ഈ ഷിപ്പിന്റെ പ്രത്യേകത എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ റയറായിട്ടുള്ള LNG ടാങ്കുള്ള കപ്പലുകളിൽ ഒന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരിയുന്ന MSC വെറോണ. അതുമാത്രമല്ല, അതിന്റെ ഡ്രാഫ്റ്റും 16.6 മീറ്ററാണ്. അത് നമുക്ക് അതിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് തരാം. അതിന്റെ ഡ്രാഫ്റ്റ് 16.6 മീറ്റർ. നിലവിൽ ഈ കപ്പൽ നമ്മുടെ സിംഗപ്പൂർ പോർട്ടിൽ നിന്നും അല്ലെങ്കിൽ യാൻഷ്യൻ പോർട്ടിൽ നിന്നും തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു കപ്പൽ യാൻഷ്യൻ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നു. അതിനുശേഷം സിംഗപ്പൂർ പോർട്ടിൽ കയറിയതിനു ശേഷം വിഴിഞ്ഞം പോർട്ടിലേക്ക് കപ്പലെത്തി. പോർട്ടിന്റെ പുറത്തെത്തിയപ്പോഴും നമ്മൾ ആ കപ്പലിന്റെ ഡ്രാഫ്റ്റ് തീർച്ചയായിട്ടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 16.8 മീറ്റർ ആയിരുന്നു കപ്പലിന്റെ ഡ്രാഫ്റ്റ്. അതേ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ സകല ഡ്രാഫ്റ്റ് റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം MSC ക്ലൗഡ് ജെറാട്ട് ഡ്രാഫ്റ്റ് 16.7 മീറ്ററാണ് ഇപ്പോൾ നിലവിൽ റെക്കോർഡായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ നിൽക്കുന്ന ഡ്രാഫ്റ്റാണത്. അപ്പോൾ ഈ കപ്പൽ 16.8 മീറ്റർ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ ഡ്രാഫ്റ്റ് MSC ക്ലൗഡ് ജെറാട്ടിന്റെ ഡ്രാഫ്റ്റ് പൂർണ്ണമായിട്ടും അത് ബ്രേക്ക് ചെയ്യും. MSC വെറോണ ആയിരിക്കും വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റുള്ള കപ്പൽ. പക്ഷേ 2 ദിവസം കപ്പൽ പോർട്ടിന് പുറത്തായതിനാൽ നിലവിൽ കപ്പലിന്റെ ഡ്രാഫ്റ്റ് പോയിന്റ് വ്യത്യാസം വന്നു 16.6 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ കപ്പൽ 16.6 മീറ്ററിലാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് തിരിയുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ടാണ്. കാരണം നമ്മൾ കപ്പൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ട ആളല്ല. കപ്പൽ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വലിയ അറിവില്ല. എല്ലാവരുടെയും കേട്ടറിവും നമ്മൾ പഠിക്കുന്നതാണ് എല്ലാവരുടെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും തെറ്റുകൾ വരാം. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന് ധാരാളം പേർ കമൻറ്റ് അയക്കുന്നുണ്ട്. അവർക്ക് ആദ്യം ഞാൻ താങ്ക്സ് പറയട്ടെ. കാരണം അവർ ഫുൾ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും ആ തെറ്റുകൾ പറയുന്നതോടൊപ്പം കൂടുതൽ ക്ലാരിറ്റിയോടെ ആയിരിക്കും പിന്നെയും നമ്മൾ വീഡിയോ വരാൻ സാധ്യതയുള്ളത്. അതിനാൽ ഇനിയും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് തന്നെ ഇടണം. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഇതിന് ഡ്രാഫ്റ്റ് കുറഞ്ഞതിൻ്റെ കാരണം എൻ്റെ അറിവിലാണെങ്കിൽ, നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ 2
രീതിയിലാണ് കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് വരിക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ധാരാളം കണ്ടെയ്നറിനകത്തിരിക്കുന്ന ചരക്കുകൾ, ഈ ചരക്ക് നീക്കത്തിനാണ് 99% ലോകത്തിൽ ചരക്ക് നീക്കം നടക്കുന്നത് കപ്പലിലൂടെയാണ്. അങ്ങനെ ഈ ചരക്കിൻ്റെ വെയിറ്റ് അനുസരിച്ച് നിലവിൽ കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് കൂടാം. രണ്ടാമത്തെ കൂടുന്ന ഇതിലടിക്കുന്ന ഇന്ധനം, കപ്പൽ മൂവിങ്ങിന് വേണ്ടിയുള്ള ഇന്ധനം വേണം. അതിപ്പോൾ LNG ടാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇന്ധനം ആയിക്കോട്ടെ. ഈ കപ്പൽ LNG ടാങ്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. രണ്ട് രീതിയിൽ ഈ പറയുന്ന ഇന്ധനം നിറച്ചതുകൊണ്ടും കപ്പലിൻ്റെ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കൊണ്ടും ഡ്രാഫ്റ്റ് കൂടാം എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ നിലവിൽ 2 ദിവസം കപ്പൽ പോർട്ടിന് പുറത്തായതിനാൽ ഇപ്പോൾ നിലവിൽ കപ്പൽ മൂവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നിലവിൽ പൂവാർ ഭാഗത്തു നിന്നും കോവളം ഭാഗത്തേക്ക് വിഴിഞ്ഞത്തിന്റെ ഫ്രണ്ടിലൂടെയാണ് ഇങ്ങനെ മൂവ് ചെയ്ത് 2 ദിവസമായിട്ട് ഈ കപ്പലുകളെല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന 5 കപ്പലുകളും അങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്നു. ഒരു സ്ഥലത്ത് പൂർണ്ണമായിട്ടും ആങ്കർ ചെയ്ത് നിൽക്കുന്ന കപ്പലും വളരെ ചുരുക്കം മാത്രമുള്ള വലിയ വലിയ കപ്പലുകളാണെങ്കിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടലിൽ കപ്പൽ കളം വരയ്ക്കുന്നു എന്ന് പറയുന്നത് കപ്പൽ മൂവ്മെന്റിനെയാണ് നമ്മൾ ട്രാക്കിൽ നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് ഇന്ധനത്തിന്റെ കുറവ് വരുമ്പോൾ കപ്പലിന്റെ ഡ്രാഫ്റ്റ് കുറഞ്ഞു എന്നാണ് നമ്മുടെ ഒരു അറിവ്. ഇനി വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ കപ്പലിന്റെ ഡ്രാഫ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഈ 2 മാർഗം, ഒന്ന് കണ്ടെയ്നറിന്റെ വെയിറ്റും, 2 ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വെയിറ്റും അല്ലാതെ ഡ്രാഫ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കപ്പൽ ജോലിയുള്ളവർക്കും കപ്പൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും കമൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. കാരണം പുതിയ അറിവിലൂടെ തന്നെയാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ കപ്പലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവരും പുതിയ അറിവും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ധാരാളം കപ്പലിൽ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ട്. അവരോട് നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ പുതിയ അറിവ്. എന്നാലും നമുക്ക് തെറ്റ് വരാം, കാരണം നമ്മൾ സ്ഥിരം നിൽക്കുന്ന ആളല്ലല്ലോ. അതിനാൽ നമുക്ക് തെറ്റ് വരാം. ആ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് പുതിയ അറിവിലേക്ക് നമുക്ക് പോകാനായി സാധിക്കും. ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പൽ പൂർണ്ണമായിട്ടും നമ്മൾ ടെർമിനൽ 1ലേക്ക് പോകുന്നു. കാരണം 2 ടെർമിനലാണ് നമുക്കുള്ളത്. നമ്മുടെ 800 മീറ്റർ ബർത്തിൽ ടെർമിനൽ 1 and 2, ടെർമിനൽ 2 ഒരു ഫീഡർ വെസലുണ്ട്. ടെർമിനൽ 1ലേക്ക് കപ്പൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.